No camera, no actors, no big crew, just imagination and AI tools. Hi, I am Irfan Ahmed, Hakka Series School വീഡിയോ എഡിറ്റർ ആൻഡ് മെൻറ്ററാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് AI യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മളെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ എങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് ജനറേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ഔട്ട് എടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ റീസെൻ്റായിട്ട് ചെയ്ത ഒരു AI വീഡിയോ ഉണ്ട്, ഫുള്ളി AI യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ബ്രേക്ക് ഡൗൺ പരിപാടികളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. AI യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതിന് കുറച്ച് പ്രോസസ്സുകളുണ്ട്. നമ്മളൊരു ഷൂട്ടിന് പോകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ AI എന്നല്ല വാട്ടെവർ നമ്മൾ എന്ത് ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലൊക്കെ അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് പരിപാടികളുണ്ട്. അതിന് പ്രീ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ പ്രോപ്പർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന കൺസെപ്റ്റിൽ നമ്മൾ വിചാരിക്കുന്ന ഐഡിയയിൽ നമുക്ക് വീഡിയോ പുൾ ഓഫ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പ്രീ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് എന്താ പറഞ്ഞാൽ കോൺസെപ്റ്റ് ആൻഡ് ഐഡിയ. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കോൺസെപ്റ്റ്, ഏത് ഇമോഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഒരു ആഡ് ഫിലിം നമുക്ക് AI വെച്ചിട്ട് പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മളെ മനസ്സിലുണ്ടാകുന്ന സർറിയൽ ആയിട്ടുള്ള കുറച്ച് എലമെൻസുകൾ നമുക്ക് AI വെച്ചിട്ട് പുൾ ഓഫ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഫ്യൂച്ചറിലേക്ക് വരുന്ന കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ AI വെച്ച് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പാസ്റ്റിൽ നടന്നു പോയ കാര്യങ്ങൾ AI വെച്ച് ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ഇമോഷൻ ആദ്യം ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്റ്റോറി ബോർഡ്, ഷോർട്ട് ഡിവിഷൻ, ഈ 3 പ്രോസസ്സുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇമേജ് ജനറേഷൻ. ഇമേജ് ജനറേഷൻ നമ്മളെങ്ങനെ ചെയ്യുക പറഞ്ഞാൽ സ്റ്റോറി ബോർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഇമേജുകളും ഫ്രെയിം ബൈ ഫ്രെയിം ഓരോ ഇമേജ് ആദ്യം ജനറേറ്റ് ചെയ്തെടുക്കും. ഇമേജ് ജനറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് വീഡിയോ ജനറേഷൻ. അതായത് നമ്മൾ ഫ്രെയിം ബൈ ഫ്രെയിം ഓരോ ഇമേജുകളും ജനറേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു വീഡിയോ, ഒരു മൂവ്മെൻറ്റ് പരിപാടി കൊടുക്കണം. ചലിക്കുന്നൊരു പരിപാടിയാണല്ലോ വീഡിയോ. അപ്പോൾ ഈ മൂവ്മെൻറ്റ് പരിപാടി കൊടുക്കണം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഡയറക്ടർ മൈൻഡിൽ കറക്റ്റ് വർക്ക് ചെയ്യണം. കാരണം സിനിമാറ്റോഗ്രാഫർ, കാസ്റ്റിംഗ്, ബാക്കിയുള്ള ഫുൾ ക്രൂവിനെ ഡയറക്ടറാണ് എന്താക്കുക, മോണിറ്റർ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ ടൈമിൽ നമ്മളൊരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് മൂഡിൽ വീഡിയോ പോകണം, ഏത് തീമിൽ വീഡിയോ പോകണം, പിന്നെ വീഡിയോൻ്റെ ആംഗിൾസ്, ഷോർട്ട് ആംഗിൾ ആണോ അല്ലെങ്കിൽ ഭയങ്കര ക്ലോസപ്പ് ആണോ അല്ലെങ്കിൽ ഭയങ്കര വൈഡാണോ, ഏത് മൂവ്മെൻറ്റ് കൊടുക്കണം ക്യാമറക്ക്, ഭയങ്കര ആർക്കായിട്ടുള്ള സാധനമാണോ അല്ലെങ്കിൽ ഭയങ്കര പാനിങ് ആണോ, പിന്നെ അതുപോലുള്ള ഡോളി സൂമാണോ, ഡോളി ഔട്ടാണോ, ഇന്നാണോ, ഏതൊക്കെ ടൈപ്പിൽ പോകണം എന്നുള്ള ആ ഫുൾ പരിപാടികൾ നമ്മൾ കറക്റ്റ് ഒരു ഡയറക്ടർ മൈൻഡിൽ വർക്ക് ചെയ്തിട്ട് പ്രോംപ്റ്റ് കൊടുക്കണം. അങ്ങനെ പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് കിട്ടുള്ളൂ. വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന മെയിൻ പ്രോബ്ലംസ് എന്താ പറഞ്ഞാൽ കണ്ടിന്യൂറ്റി കിട്ടാത്ത ഒരു പ്രശ്നമാണ്. അതായത് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ നെക്സ്റ്റ് വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടാൻ ഭയങ്കര പ്രശ്നമാണ് എൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ എൻവാറ്റോ യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻവാറ്റോക്ക് ഒരു റെഫറൻസ് കൊടുക്കുക. നമ്മൾ ആദ്യം യൂസ് ചെയ്ത വീഡിയോൻ്റെ ക്യാരക്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറിൻ്റെ ഒരു റെഫറൻസ് നമുക്ക് എൻവാറ്റോയിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ റെഫറൻസ് കൊടുത്തിട്ട് എന്താക്കുക, വീഡിയോ ജനറേറ്റ് ചെയ്യുക. ഇമേജ് ജനറേഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം. കാരണം കണ്ടിന്യൂറ്റി നമുക്ക് മസ്റ്റാണ്. അപ്പോൾ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇമേജിൻ്റെ ഒരു റെഫറൻസ് കൊടുക്കുക. തേർഡ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഇമേജിൻ്റെ ഒരു റെഫറൻസ് കൊടുക്കുക. കാരണം ഓരോ ഫ്രെയിമും നമുക്ക് ഭയങ്കര കണ്ടിന്യൂറ്റി ആവശ്യമുണ്ട്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഫ്രെയിമും ഈ എൻവാറ്റോക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ ടൈപ്പ് സാധനമാണ് എനിക്ക് വേണ്ടതെന്നുള്ളത് എൻവാറ്റോക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും കഴിഞ്ഞ് അടുത്തതാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ. പോസ്റ്റ് പ്രൊഡക്ഷനിലെ മെയിൻ പ്രോസസ്സ് എന്താ പറഞ്ഞാൽ എഡിറ്റിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഈ എഡിറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരവും ജനറേറ്റ് ചെയ്ത വീഡിയോസുകൾ ഫുള്ള് നേരെ നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് ഇടും, എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ഇടും. നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യുന്നത്, പ്രീമിയർ ആണെങ്കിൽ പ്രീമിയർ, ഡാവിഞ്ചി ആണെങ്കിൽ ഡാവിഞ്ചി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫൈനൽ കട്ട് പ്രോ ആണെങ്കിൽ ഫൈനൽ കട്ട് പ്രോ, ഏത് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയറിലേക്ക് നേരെ നമ്മുടെ ജനറേറ്റ് ചെയ്ത വീഡിയോകൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യും. നമ്മളെ സ്ക്രിപ്റ്റിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തതിന് ശേഷം സൗണ്ട് ഡിസൈനിങ്, അതുപോലെ തന്നെ കളർ ഗ്രേഡിങ്, ഫുൾ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഔട്ട് എടുക്കുക. റീസെൻ്റായിട്ട് ഞാനൊരു AI ജനറേഷൻ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കോൺസെപ്റ്റ് എന്താ പറഞ്ഞാൽ അൺസീൻ ബോർഡർ എന്നാണ്. അൺസീൻ ബോർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കോർപ്പറേറ്റീവ് ലൈഫിൽ
വർക്കിംഗ് ഹെക്റ്റിക് ആയതുകൊണ്ട് അങ്ങനെ ഹെക്റ്റിക് വർക്ക് പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരാൾ കാണാത്ത കുറച്ച് കാഴ്ചകൾ കാണുന്നു. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇവിടെ ഞാൻ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഷോർട്ട് ഡിവിഷനൊക്കെ ചെയ്തതിന് ശേഷം കറക്റ്റ് സ്റ്റോറി ബോർഡ് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ഏതൊക്കെ ആംഗിളിൽ ഷോട്ട് വരണം, എങ്ങനെ പോകണം ഷോട്ട് എന്നൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നേരെ എൻവാറ്റോയിൽ വന്നിട്ട് എൻവാറ്റോന്ന് ഇമേജ് ജനറേഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സ്റ്റോറി ബോർഡിനനുസരിച്ചുള്ള പ്രോംപ്റ്റിംഗ് കൊടുത്ത് അതിനുശേഷം കറക്റ്റ് ഇമേജുകൾ ഓരോന്നിങ്ങനെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പിൽ ജനറേഷൻ ചെയ്ത് എൻവാറ്റോയിൽ ഇമേജ് ജനറേഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ വീഡിയോ ജനറേഷനിലേക്ക് വരിക. എന്നിട്ട് അവിടെ നമുക്ക് ഏതൊക്കെ ആംഗിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ ആംഗിളിൽ ഏതൊക്കെ ഷോട്ട് വേണം, ക്ലോസപ്പ് ആണോ വൈഡ് ആണോ അതൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻവാറ്റോയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രിസെറ്റുകൾ കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് വീഡിയോൻ്റെ ഷോട്ട് എങ്ങനെ പോകണം എന്നുള്ള പ്രിസെറ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചൂസ് ചെയ്തിട്ട് ഏത് റേഷ്യോയിൽ വേണം, ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കുക. അതിനുശേഷം കറക്റ്റ് എന്താക്കുക, ആ ഒരു ഇമേജ് നമ്മൾ ജനറേറ്റ് ചെയ്ത ഇമേജ് ഇതിന് റെഫറൻസ് ആക്കി കൊടുത്തിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം വീഡിയോ ജനറേറ്റ് ചെയ്യാം. വീഡിയോ ജനറേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്രീമിയറിൽ വന്നതിന് ശേഷം കറക്റ്റ് പ്രോപ്പറായിട്ട് ഓരോ ക്ലിപ്പ് ബൈ ക്ലിപ്പ് എന്താക്കി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പറയാനുണ്ട്. സൗണ്ട് ഡിസൈനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ സീനിൽ എന്താണോ നടക്കുന്നത് ആ ഒരു POVയിൽ വർക്ക് ചെയ്തിട്ട് വേണം സൗണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത ഒരു ഓഡിയോ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ഫീൽ പോലെയാണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു ലോ പാസ് കൊടുത്തിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ആ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നത് പോലത്തെ ഒരു എഫക്റ്റ് അവിടെ കൊണ്ടുവന്ന് അതിനുശേഷം പിന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മാൻ റൺ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന സമയത്ത് അതൊന്നുകൂടി അപ്പ് ചെയ്ത് കൊണ്ടുവന്ന്. അപ്പോൾ അതുപോലെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള പിന്നെ കിളികൾ കരയുന്നത്, പിന്നെ അപ്പുറം ഉണ്ടാകുന്ന സൗണ്ട്സുകൾ, അതൊക്കെ ഞാനിവിടെ വേറൊരു ഫോളി സൗണ്ടായിട്ട് കൊടുത്ത്. അപ്പോൾ ഇവിടെ പ്രോപ്പർ സൗണ്ട് ഡിസൈൻ പരിപാടി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എനിക്ക് ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതും ഞാൻ പ്രീമിയറിൽ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടതിന് ശേഷം കറക്റ്റ് പ്രോപ്പറായിട്ട് എന്താക്കി ഗ്രേഡ് ചെയ്ത് അതിനുശേഷം ഫുൾ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നേരെ എക്സ്പോർട്ട് അടിച്ച്. നമ്മളൊരു ഫിലിം മേക്കർ ആണെങ്കിൽ, നമ്മളൊരു ക്രിയേറ്റീവ് പരിപാടി ചെയ്യുന്ന ഒരാളാണെങ്കിൽ AI യൂസ് ചെയ്തിട്ട് ഒരു ഔട്ട് പുള്ള് ചെയ്യണം എന്നല്ല പറയുന്നത്. അവിടെ നമ്മളിപ്പോൾ ഒരു ഷൂട്ടിന് പോവുകയാണ്, നാളെ ഒരു ഷൂട്ടിന് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡെമോ നമുക്ക് എന്താക്കാം AI യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവും. അപ്പോൾ AIനെ നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. AI ജനറേഷൻ ചെയ്യുന്ന സമയത്ത് പ്രോംപ്റ്റിംഗ് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളിവിടെ ആക്കാ ഡിസൈൻ സ്കൂൾ ഓൺലൈനായിട്ട് വീഡിയോ എഡിറ്റിംഗ് മാസ്റ്ററിങ് ആൻഡ് AI പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കാ ഡിസൈൻ സ്കൂളിനെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡയറക്ഷൻ പാർട്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഈ പാർട്ടുകളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ബൈ.